അമൃത് വേണി ലൈഫ് സ്കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 വെള്ളിയാഴ്ച. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുമായി VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വിലയിരുത്തി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് 600 കോടി രൂപയും ആശാവർക്കർമാരുടെ ഓണറേറിയത്തിനായി 78 കോടി രൂപയും അനുവദിച്ചു. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജ് നിർമ്മിക്കും. മെഡിക്കൽ കോളേജ് വികസനത്തിനായി 100 കോടി രൂപ. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷം തോറും ആരോഗ്യ പരിശോധന. കാരുണ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കും. ക്യാൻസർ പ്രതിരോധ പദ്ധതി ആരംഭിക്കും. KMSCLന്റെ മരുന്ന് സംഭരണ രീതി പരിഷ്കരിക്കും. അപൂർവ മരുന്നുകൾ ഉറപ്പാക്കും. ഉയർന്ന ചികിത്സാ ചെലവ് കുറയ്ക്കും. 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ തെറ്റായ കണക്കുകൾ മൂലം വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണെന്ന് ആമുഖമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് VD സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെയും മറ്റ് കണക്കുകൂടി ഉൾപ്പെടുത്തിയാണ് യഥാർത്ഥ കണക്ക് മറച്ചുവെച്ചത്. നിലവിൽ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയും ഉൾപ്പെടെ സർക്കാരിന് 87,012 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. LDF സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയ കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായി കുറച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് പദ്ധതി വിഹിതത്തിന്റെ 28.5% ഉയർത്തി. ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയും മെഡിസെപ്പും നവീകരിക്കും. ലീവ് സറണ്ടറിൽ ഉചിതമായ തീരുമാനമെടുക്കും. DA കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ചും വിരമിക്കൽ പ്രായം ഉയർത്തലും പരാമർശിച്ചില്ല. DA കുടിശ്ശിക 8 ഗഡുക്കളായി നൽകുമെന്നായിരുന്നു LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇത്തവണ 2 ഗഡുവാണ്. ഇത് നടപ്പാക്കാൻ ഈ വർഷം 9,000 കോടിയിലധികം രൂപ വേണ്ടിവരും. റബ്ബറിന്റെ തറവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി വർദ്ധിപ്പിച്ചു. വിനോദസഞ്ചാരത്തിന് പുതിയ സാധ്യതകൾ തുറക്കുന്ന ഫാം ടൂറിസം രീതികളെ പ്രോത്സാഹിപ്പിക്കും. ടൂറിസം മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്കായി 325 കോടി രൂപ അനുവദിച്ചു. ക്ഷീരവികസനത്തിന് 102 കോടി രൂപ വകയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% വെട്ടിക്കുറച്ചു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയും കുറയ്ക്കും. ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2,000 രൂപ എന്നത് 900 രൂപയായും സ്ലീപ്പർ ബർത്തിന് 3,000 രൂപ എന്നത് 1,500 രൂപയായും കുറയ്ക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നും മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിരിക്കെയാണ് നടപടി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കുറച്ച്. 10 ലക്ഷം രൂപ വരെ വിലയുള്ളവയ്ക്ക് ഉള്ള 5% റോഡ് നികുതി 3% കുറച്ചു. 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 8% നിന്ന് 3% കുറച്ചു. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയുമായി ബന്ധിപ്പിച്ച് 5 വർഷത്തിനകം കേരളത്തെ തുറമുഖ നഗരമാക്കും. തീരമേഖലയിലുള്ളവർക്ക് തൊഴിലവസരം ലഭിക്കും. പുതിയൊരു കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കും. അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി ഉയർത്തും. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം. ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിട പദ്ധതി. മത്സ്യബന്ധന മേഖലയ്ക്ക് 50 കോടി രൂപ അധികമായി അനുവദിച്ചു.
അപകട ഇൻഷുറൻസ് പുതുക്കും. രക്ഷാപ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ബോട്ടുകളും വനിതകൾക്ക് മത്സ്യവിപണനത്തിന് ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അപാകതകൾ പരിഹരിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ. ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച പഠന സൗകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം കേരളത്തിൽ ഉറപ്പാക്കാൻ നോളജ് വാലി പദ്ധതി സഹായിക്കും. അക്കാദമിക് വിഷയങ്ങളിൽ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാദമിക് കൗൺസിൽ രൂപീകരിക്കും. പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. കൊച്ചിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഫിലിം സിറ്റി സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തി. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്കിനായി 50 കോടി രൂപ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ സ്മരണാർത്ഥം ചിത്രനഗരം പദ്ധതി നടപ്പാക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി തൃശൂരിൽ അത്യാധുനിക മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. മറ്റു പ്രഖ്യാപനങ്ങൾ: എറണാകുളത്ത് നടൻ സലീം കുമാറിന് സ്മാരകം. കോഴിക്കോട് ഗായകൻ ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി. ആർട്ടിസ്റ്റ് നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന് പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും. തിരുവനന്തപുരം പട്ടത്ത് മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന് സ്മാരക മന്ദിരം. ചാലക്കുടിയിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ സ്മാരകം. ഗ്രാമസഭയിൽ ഓൺലൈനായി പങ്കെടുക്കാൻ സൗകര്യമൊരുക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സംസ്ഥാന വിഹിതം 1422.6 കോടി രൂപയായി ഉയർത്തും. സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം തിരികെ നൽകാൻ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ മാറ്റം വരുത്തും. ഈ ഗ്രാന്റ് കുടിശ്ശിക സമയബന്ധിതമായി തീർപ്പാക്കും. പ്രശസ്തമായ IIT മദ്രാസ് റിസർച്ച് പാർക്കിന്റെ മാതൃകയിൽ റിസർച്ച് പാർക്ക് ആരംഭിക്കാൻ 60 കോടി രൂപ നീക്കിവെച്ചു. ആരോഗ്യശാസ്ത്ര രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തി. തോട്ടമേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരും. അതിരപ്പള്ളിയിൽ ഇക്കോ ഫ്രണ്ട്ലി ഡൈനമിക് ലൈറ്റിംഗ് പദ്ധതി നടപ്പാക്കും. തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തുടങ്ങും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴംപള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം എന്നിവയെ ബന്ധിപ്പിച്ച് പദ്ധതി നടപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ച് തന്ത്രപരമായ ഏകീകൃത സാമ്പത്തിക മേഖലാ സത്തേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് സജ്ജമാക്കും. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പാക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ റെയിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ നൽകുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ തുടങ്ങും. സംസ്ഥാനത്തുടനീളം 10,000-ഓളം പുതിയ MSME സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ടും ടെക്നോമെന്റർമാരുടെ സഹായവും നൽകും. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതി വിജയവും ഉറപ്പു നൽകുന്ന പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും. പെരുമ്പാവൂരിൽ ഫർണിച്ചർ ഹബ്ബും തൃശൂരിൽ സ്വർണ്ണവിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കും. പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് പദ്ധതി നടപ്പാക്കും. യുവാക്കളുടെ എണ്ണം കുറയുകയും വയോജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. യുവജനങ്ങൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വയോജനങ്ങൾക്ക് കൈത്താങ്ങാകാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. വയോജന ക്ഷേമത്തിന് ആരംഭിച്ച വകുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ അനുവദിച്ചു. പ്രായമായവരെ പരിചരിക്കുന്നതിനായി കെയർ ഗിവർ പദ്ധതി ആവിഷ്കരിക്കും. ഇതിന്റെ ഭാഗമായി 6 മാസത്തെ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ജൻസികൾക്കുള്ള സ്റ്റാർട്ടപ്പിനായി 50 കോടി രൂപ. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കും.
ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന്റെ പുനർനിർമ്മിതിക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾക്കായുള്ള പ്രത്യേക വികസന പാക്കേജുകൾ ഊർജിതമായി നടപ്പാക്കും. മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും കൂടുതലായി അനുവദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിച്ചത്. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞ ബജറ്റാണെന്നും ഭാവി കേരളത്തിനായുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം എന്തോ സാമ്പത്തിക അപകടാവസ്ഥയിൽ എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ വച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഓഫീസിൽ കസേര തർക്കം. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത സർക്കാർ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത ഉത്തരവുമായി തിരികെ ചുമതലയേൽക്കാൻ എത്തിയ ഡോക്ടർ KJ റീനയ്ക്ക് കസേര വിട്ടുകൊടുക്കാതെ ഇൻചാർജ് ഡയറക്ടറായ ഡോക്ടർ മീനാക്ഷി സർക്കാർ ഉത്തരവിടാതെ മാറില്ലെന്ന് നിലപാടെടുത്തതോടെ തർക്കം മൂത്തു. ഒടുവിൽ ഡോക്ടർ മീനാക്ഷി പോലീസിനെ വിളിച്ചുവരുത്തി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ മുഹമ്മദ് ഹനീഷിനെതിരെ ഹൈക്കോടതിയുടെ താക്കീത്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കർ ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ആയുർവേദ കോളേജിന്റെ മുന്നിലുള്ള HDFC ബാങ്കിലാണ് പരിശോധന നടത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പു കേസിൽ 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ SP S ശശിധരനെ ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. 15 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചിരുന്നത്. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കേണ്ടെന്ന് പോലീസ്. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും വൈരുദ്ധ്യങ്ങളുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ഭാര്യയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ രാജിവെച്ചു. ടെലഗ്രാം ആപ്പ് താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. നിരോധനം 22 വരെ തുടരും. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചാരണങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ചതാണ് നിരോധനത്തിന് കാരണം. സുപ്രീം കോടതി ഹൈക്കോടതികളുടെ ഹെഡ്മാസ്റ്റർ അല്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹൈക്കോടതികളുടെ സ്വതന്ത്ര ഭരണഘടനാ അവകാശത്തെ ബഹുമാനിക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരായ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് നിരീക്ഷണം. തൃണമൂൽ കോൺഗ്രസിന്റെ 676 കോടി ആസ്തിയുള്ള പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കണമെന്ന് ട്രഷററും മുൻ മന്ത്രിയുമായ അരൂപ് ബിശ്വാസ് ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. US-ലെ മിസോറിയിൽ സ്കൈ ഡൈവിംഗിനായി ഉപയോഗിച്ചിരുന്ന ചെറിയ വിമാനം തകർന്നു വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ 24-കാരൻ സായ് കാർത്തിക് വർമ്മ ദാത്ല ഉൾപ്പെടെ 12 പേർ മരിച്ചു. ലോകകപ്പിലെ ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 32-ലെത്തുന്ന ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ലോകകപ്പിലെ മെക്സിക്കോയുടെ 2ാം ജയമാണിത്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മെക്സിക്കോ തോൽപ്പിച്ചിരുന്നു. ഗുരുതര ടാക്കിളുകളും ഫൗളുകളും പെരുമഴയും 2 റെഡ് കാർഡുകളും കണ്ട ലോകകപ്പിലെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്ത് കാനഡ. ജൊനാഥൻ ഡേവിഡ് ഹാട്രിക്കുമായി തിളങ്ങിയ മത്സരത്തിൽ കൈൽ ലാറിൻ, നഥാൻ സാലിബ എന്നിവരായിരുന്നു കാനഡയുടെ മറ്റ് സ്കോറർമാർ. മുഹമ്മദ് മനായിയുടെ സെൽഫ് ഗോളും കാനഡയുടെ അക്കൗണ്ടിലെത്തി. മത്സരത്തിന്റെ 50-ാം മിനിറ്റിലുണ്ടായ ഗുരുതര ഫൗളിൽ കനേഡിയൻ താരം ഇസ്മായിൽ കാനയുടെ ഇടതുകാലിന് ഒടിവ് സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന്റെ 2ാം മത്സരം നാളെ രാവിലെ 6:30 ഹെയ്തിയോടാണ് ഏറ്റുമുട്ടുന്നത്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് സമനില വഴങ്ങിയ ബ്രസീലിന് ഈ മത്സരം നിർണായകമാണ്. പരിക്കിൽ നിന്ന് മോചിതനായെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ നെയ്മർ ഹെയ്തിക്കെതിരെയും കളിക്കില്ല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.